നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ നിന്നും ദിനം പ്രതി നിരവധി പേരാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. ഓരോ വഴി അടയുമ്പോഴും പുതുവഴികൾ തേടുകയാണ് സ്വർണ്ണക്കടത്തുകാർ. ഇപ്പോഴിതാ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തുകാർ ഗൾഫ് മേഖലയിൽ നിന്നും പിന്തിരിയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വിമാനമാർഗം കടത്ത് സുരക്ഷിതമല്ലെന്ന് കണ്ട് അവർ മ്യാൻമാർ അതിർത്തിയിലേക്ക് ചുവടുമാറ്റുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വിമാനത്താവളത്തിൽ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ശക്തമായതും കോവിഡ് അടച്ചിടലും ഇതിന് കാരണമായെന്ന് റവന്യൂ ഇന്റലിജൻസ് വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നാണ് മ്യാൻമാറിലേക്ക് അനധികൃതമായി സ്വർണം എത്തുന്നത്. തുടർന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലേക്ക് റോഡ് മാർഗം എത്തുന്നുണ്ട്. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ നിബിഡ വനമേഖലയും സ്വർണ്ണക്കടത്തുകാർക്ക് ഈ മാർഗം പ്രിയപ്പെട്ടതാക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയിൽ മ്യാൻമാർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. അതിർത്തിയിൽ ചൈനയുടെ വശത്ത് നിന്നുള്ള റൂയിലി, മ്യാൻമാറിൽ വരുന്ന മ്യൂസ് എന്നീ നഗരങ്ങൾ വഴിയാണ് കടത്ത് നടന്നു വരുന്നത്. കൂടാതെ മ്യൂസിൽ നിന്ന് മാണ്ടലെ കലേവ റൂട്ട് വഴി ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ എത്തിക്കും. മ്യാൻമാർ ഇന്ത്യ അതിർത്തി മേഖലയിലുള്ളവരുടെ സ്വാതന്ത്ര്യ സഞ്ചാരം അനുവദനീയമാണ്. പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ തന്നെ ഇരു രാജ്യക്കാർക്കും പരസ്പരം 16 കിലോമീറ്റർ വരെ മറു രാജ്യത്തേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. അതിനാൽ അതിർത്തി മേഖലയിൽ താമസിക്കുന്നവരെ സ്വർണ്ണക്കടത്തുകാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. അതേസമയം മ്യാൻമാറിൽ പലയിടത്തായി നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച സ്വർണ്ണ ഖനികളുണ്ട്. ഇവിടെ നിന്നുള്ള കണക്കില്ലാത്ത സ്വർണ്ണ ഖനനവും മ്യാൻമാറിനെ കള്ളക്കടത്തുകാരുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. വർഷം ഏതാണ്ട് 900 ടൺ സ്വർണ്ണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. 2021 ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം 797.3 ടണ്ണാണ്. കഴിഞ്ഞ 5 വർഷത്തെ കൂടിയ കണക്കാണിത്. ഇതുകൂടാതെ തന്നെ രാജ്യത്തേക്ക് മയക്കുമരുന്നിന്റെ പർവ്വതമാണ് കടത്തുന്നതെന്നും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ മീനുകളെ പിടികൂടണമെന്നും അന്വേഷണ ഏജൻസികളോട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിക്കുന്നു. മയക്കുമരുന്ന് കടത്തിന്റെ അണിയറയിൽ ആഗോള മാഫിയയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലേക്ക് കൊക്കൈൻ കടത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ചുകൊണ്ടാണ് കടത്തുകാരുടെ പ്രവർത്തനം. എന്നാൽ മയക്കുമരുന്ന് ചെറു പൊതികളിലാക്കി ചില്ലറ വിൽപ്പന നടത്തുന്നവരാണ് പിടിയിലായിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ പർവ്വതങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നവരെയും അതിന് പണമൊഴുക്കുന്നവരെയുമാണ് പിടികൂടേണ്ടതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ 65ാം സ്ഥാപക ദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.